രാഷ്ട്രീയ വ്യക്തിത്വം അന്തരിച്ചിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു. പി തങ്കച്ചൻ കോൺഗ്രസിലെ സമുന്നതനായ നേതാവായ പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. 2004 മുതൽ 2018 വരെ തുടർച്ചയായി 14 വർഷം UDFിൻ്റെ കൺവീനറായ, KPCCയുടെ മുൻ അധ്യക്ഷനായ, 8ാം കേരള നിയമസഭയിലെ സ്പീക്കറായിരുന്ന, 2ാം AK ആന്റണി മന്ത്രിസഭയിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന, വിവിധ നിലകളിൽ പ്രവർത്തിച്ച കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ്റെ നിര്യാണ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം 1939 ജൂലൈ 29-നായിരുന്നു ജനിച്ചത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ സന്ധികളിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയ പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ റവറൻഡ് ഫാദർ പൗലോസിൻ്റെ മകനായി 1939 ജൂലൈ 29-നാണ് പി തങ്കച്ചൻ ജനിച്ചത്. തേവര SH കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം നിയമം പഠിച്ച അഭിഭാഷകനായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. പൊതുഭരണത്തിൽ ഡിപ്ലോമയും ബിരുദവും നേടി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം 1968 പെരുമ്പാവൂർ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കുന്നത്. 1968 രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്ന റെക്കോർഡും പി തങ്കച്ചൻ്റെ പേരിലായിരുന്നു. 68 മുതൽ 80 വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ അംഗമായിരുന്നു അദ്ദേഹം. 1977 മുതൽ 89 വരെ എറണാകുളം DCC പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു. 1980-82 കാലത്ത് പെരുമ്പാവൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിട്ടും കോൺഗ്രസ് നേതാവായിട്ടുള്ള പി തങ്കച്ചൻ പ്രവർത്തിക്കുകയുണ്ടായി. 82-ൽ പെരുമ്പാവൂരിൽ നിന്ന് ആദ്യമായിട്ട് നിയമസഭാംഗമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 87-ലും 91-ലും 96-ലും ഒക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പെരുമ്പാവൂരിൽ നിന്ന് തന്നെ നിയമസഭാംഗമായിട്ട് മാറി പി തങ്കച്ചൻ. 87-91 കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു പി തങ്കച്ചൻ. 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും CPIMലെ സാജു പോളിനോട് പരാജയപ്പെട്ടു. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്നാട്ടിൽ നിന്നും മത്സരിച്ചുവെങ്കിലും CPIMലെ MM മോനായിയോട് അദ്ദേഹം പരാജയപ്പെട്ടു. പി തങ്കച്ചൻ്റെ അന്ത്യം ആലുവയിലായിരുന്നു. അല്പം മുമ്പാണ് ആ മരണവാർത്ത പുറത്തു വന്നിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു. 91-95-ലെ K കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം സ്പീക്കറായിരുന്നു. 95-96-ലെ AK ആന്റണി മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. 96-2001-ലെ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചീഫ് വിപ്പായിട്ട് പ്രവർത്തിച്ചു. 2001 മുതൽ 2004 വരെ മാർക്കറ്റ് ഫെഡ് ചെയർമാനായിട്ടും KPCCയുടെ വൈസ് പ്രസിഡന്റായിട്ടുമൊക്കെ നിയമിതനായി. 2004-ൽ KPCC പ്രസിഡന്റായിരുന്ന K മുരളീധരൻ സ്ഥാനമൊഴിഞ്ഞതോടുകൂടി KPCCയുടെ താൽക്കാലിക പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2004-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതോടുകൂടി UDF കൺവീനറായ പി തങ്കച്ചൻ 2018 വരെ കൺവീനറായിട്ട് തുടരുകയും ചെയ്തു. അദ്ദേഹം 2006-ൽ കുന്നത്നാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. അന്ന് MM മോനായിയാണ് ജയിച്ചത്. പിന്നീട് പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ 96-ൽ അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു. കോൺഗ്രസിലെ R രാമൻ കർത്തയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ TV തങ്കമ്മയാണ്. ഒരു മകനും 2 മകളും ഉണ്ട്. UDFിനെ സംബന്ധിച്ചിട്ട് പി തങ്കച്ചൻ UDF കൺവീനർ ആയിട്ടുള്ള പദവി അടക്കമുള്ള എല്ലാ പദവികളിലൂടെ പോയിട്ടുള്ള വേളയിലും ഉടനീളം ഒരു സൗമ്യതയുടെ ഒരു പ്രകാശഗോപുരം എന്നാണ് അദ്ദേഹത്തെ കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിക്കാറുള്ളത്. വിവാദം നിറഞ്ഞ പ്രസ്താവനകളിലേക്കോ അസഭ്യം നിറഞ്ഞ വാക്കുകളിലേക്കോ ഒന്നും പോകാത്ത രീതിയിൽ, സമകാലീന രാഷ്ട്രീയത്തിൽ കാണുന്ന രീതിയിലുള്ള ക്ഷുഭിതമായിട്ടുള്ള പെരുമാറ്റങ്ങളില്ലാത്ത, അതേസമയം തൻ്റെ പ്രവർത്തന ശൈലി സംയമനത്തിൻ്റേതായിട്ടുള്ള ഒന്നാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു. വൈകിട്ട് 4:30 ആലുവയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയും ആയിട്ടുള്ള D ബിനോയിയെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് പി തങ്കച്ചൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടും അല്പസമയത്തിനകം നമ്മൾക്ക്
കാണാം. പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ് കാളിദാസൻ ഈ UDF കൺവീനർ അടക്കമുള്ള നിരവധി പദവികൾ, സ്പീക്കർ, അതേപോലെയുള്ള നിയമസഭാ സാമാജികൻ ഇതടക്കമുള്ള പദവികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഒരു സവിശേഷമായ പ്രവർത്തന ശൈലിയിലൂടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു PP തങ്കച്ചൻ എന്ന് പറയുന്നത്. ഇന്ന് വൈകിട്ട് 4:00 അദ്ദേഹത്തിൻ്റെ നിര്യാണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതുതന്നെയാണ് MS. കുറച്ച് ദിവസങ്ങളായി ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് വൈകിട്ട് 4:30 ഈ മുൻ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിലെ തലമൂത്ത നേതാവ്, അത്രയും പ്രവൃത്തി പരിചയമുള്ള നേതാവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ആ നേതാവിൻ്റെ വിയോഗം ഉണ്ടായിരിക്കുകയാണ്. 4:30 ഈ ഒരു വിയോഗം സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് വലിയ രീതിയിൽ നേതൃത്വ നിരയിൽ അല്ലെങ്കിൽ നേതൃനിരയിൽ മികച്ച പാഠവും തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അല്ലെങ്കിൽ തൻ്റേതായ ശൈലിയിൽ KPCC എന്ന ആ ഒരു സംഘടനയൊക്കെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി കൂടിയാണ്. മുൻ നിയമസഭാ സ്പീക്കറാണ്, മുൻ കൃഷിവകുപ്പ് മന്ത്രിയാണ് AK ആൻ്റണി. അതോടൊപ്പം തന്നെ കരുണാകരൻ മന്ത്രിസഭയിലൊക്കെ തൻ്റെ സാന്നിധ്യം തെളിയിച്ചിരുന്നു. ഒപ്പം തന്നെ KPCCയുടെ മുൻ പ്രസിഡൻ്റായിരുന്നു, UDF കൺവീനറായിട്ടുമൊക്കെ തന്നെ ചുമതലയേറ്റിരുന്നു. 1939 PP തങ്കച്ചൻ ജനിക്കുന്നത്. ഇതിന് പിന്നീട് വലിയ രീതിയിൽ രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്ന ആ ഒരു മുന്നേറ്റമൊക്കെ തന്നെ തൻ്റേതായ ശൈലിയിലേക്കൊക്കെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. എറണാകുളം ജില്ലയിലാണ് PP തങ്കച്ചൻ്റെ ജനനം. 1939 പങ്കാളി TV തങ്കമ്മയാണ് പങ്കാളി. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തേവര SH കോളേജിലാണ് ബിരുദ പഠനമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അഭിഭാഷകനായും പ്രവർത്തിച്ചു പോന്നിരുന്നു. പൊതുഭരണത്തിൽ ഡിപ്ലോമ ബിരുദവും ഒക്കെ തന്നെ നേടിയെടുത്തിട്ടുണ്ട്. 1968 അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നത്. പെരുമ്പാവൂർ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടായിരുന്നു ആ ഒരു പൊതുരംഗ പ്രവേശനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില റെക്കോർഡുകളൊക്കെ തന്നെ അന്ന് സ്വന്തമാക്കിക്കൊണ്ടാണ് ആ രാഷ്ട്രീയ രംഗത്തേക്കുള്ള ആ ഒരു പ്രവേശനം എന്ന് പറയുന്നത്. അതായത് 1967 രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ എന്ന റെക്കോർഡും PP തങ്കച്ചൻ്റെ പേരിലായിരുന്നു. പിന്നീട് 1968 മുതൽ 1980 വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ കൗൺസിൽ അംഗമായിരുന്നു. 77 മുതൽ 89 വരെ എറണാകുളം DCC പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 80 മുതൽ 82 കാലത്ത് പെരുമ്പാവൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ തന്നെ കടക്കുകയായിരുന്നു. 82 പെരുമ്പാവൂരിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 82 മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് കാലങ്ങൾ അല്ലെങ്കിൽ 2 ദശകങ്ങളോളം അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടിയാണ്. അദ്ദേഹം വിജയിച്ച തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ 1996 പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വിജയിച്ചത്. അതിനുശേഷം 2001 പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചുവെങ്കിലും പരാജയം നേരിടുകയായിരുന്നു. 2006 പിന്നീട് അദ്ദേഹം കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിന് പരാജയം നേരിടുകയായിരുന്നു. മുഖ്യ എതിരാളിയായി വലിയ രീതിയിൽ തൻ്റെതായ സ്ഥാനം കാണിച്ച മികച്ച രീതിയിൽ വോട്ട് നേടാൻ സാധിച്ചെങ്കിലും അതൊരു വിജയത്തിലേക്കൊക്കെ എത്താൻ സാധിച്ചില്ല. അതായത് 96 മുതൽ 2001 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ രംഗം അല്ലെങ്കിൽ നിയമസഭാ ജീവിതം എന്ന് പറയുന്നത്. 1982 മുതൽ 2001 വരെയായിരുന്നു എന്നുള്ളതും കൂടിയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ അതികായന്മാരിൽ ഒരാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ദിവസങ്ങളായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആലുവയിലെ ആശുപത്രിയിൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയ്ക്കൊക്കെ നേരിയ പുരോഗതിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിലെ ഈ കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിലെ ഇപ്പോൾ നിലവിലുള്ള കേരളത്തിൽ നിലവിലെ അധികായന്മാരായിട്ടുള്ള KPCCയിലെ തലമൂത്ത നേതാക്കൾക്കൊക്കെ ഗുരുസ്ഥാനീയൻ കൂടിയാണ് PP തങ്കച്ചൻ എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് KPCCയെ സംബന്ധിച്ച് ഒരു കാലത്ത് KPCCയെ മുന്നോട്ട് നയിച്ച ഒരു നേതാവ് കൂടിയാണ്. മുൻ നിയമസഭാ സ്പീക്കറാണ്. അതോടൊപ്പം തന്നെ കൃഷിവകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. AK ആൻ്റണി മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹം കൃഷിവകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റിരുന്നത്, സ്ഥാനം വഹിച്ചിരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം നിയമസഭാ സ്പീക്കറായിട്ടുമൊക്കെ തന്നെ കരുണാകരൻ മന്ത്രിസഭയിൽ സ്പീക്കറായിട്ട് 91
81 മുതൽ 95 കാലഘട്ടത്തിലാണ് കെ കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം സ്പീക്കറായി പ്രവർത്തിച്ചത്. പിന്നീട് 95-96 AK ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് പ്രവർത്തിച്ചത്. പിന്നീട് 96 മുതൽ 2001 വരെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചീഫ് വിപ്പായും ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നു. 2001 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മാർക്കറ്റ് ഫെഡ് ചെയർമാനായിട്ടും KPCCയുടെ വൈസ് പ്രസിഡന്റായിട്ടും ഒക്കെ തന്നെ നിയമിതനായി. 2004 അദ്ദേഹം KPCCയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റത്. അന്ന് അറിയാം, ആ ഒരു സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മൂലം പിന്നീട് കെ മുരളീധരൻ സ്ഥാനമൊഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. കെ മുരളീധരൻ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം താൽക്കാലിക പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്താണ് അദ്ദേഹം UDF കൺവീനറായി സ്ഥാനമേൽക്കുന്നത്. അത് 2018 വരെ അദ്ദേഹം കൺവീനറായി തന്നെ തുടരുന്നത്. എന്തായാലും നിയമസഭാ ജീവിതം അല്ലെങ്കിൽ PP തങ്കച്ചൻ്റെ നിയമസഭാ ജീവിതം എന്ന് പറയുന്നത് 2001 വരെ ആയിരുന്നുവെങ്കിലും, അല്ലെങ്കിൽ ഒരു 2006 വരെ 2001 വരെയായിരുന്നു നിയമസഭാ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ 2018 വരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ മുന്നണി ജീവിതമൊക്കെ തന്നെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്ത് നിന്നും വിട്ടുമാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. MS അത് UDF കൺവീനറായിട്ട് ഇരിക്കെ ആണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം, രാഷ്ട്രീയ പ്രകൃതം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തമായിരുന്നത്. ഒരിക്കൽ രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഈ PP തങ്കച്ചന് രാഷ്ട്രീയ അധികാര മോഹങ്ങളില്ല, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളോട് മമതയില്ലാത്തൊരു നേതാവാണ് PP തങ്കച്ചൻ എന്ന് രമേശ് ചെന്നിത്തല തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അത് 2ാം UPA സർക്കാരിൻ്റെ ഒരു കാലത്താണ്. ആ കാലത്ത് ഉണ്ടായ ഒരു സംഭവം അതിന് തെളിവായിട്ട് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പാർട്ടിയിലെ മുതിർന്ന നേതാവായിട്ടുള്ള PP തങ്കച്ചന് അർഹമായിട്ടുള്ള സ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയെ സമീപിച്ചു. അപ്പോൾ സിറിയയിലെ അംബാസഡറായി തങ്കച്ചനെ നിയമിക്കാൻ സോണിയ തീരുമാനിച്ചു എന്നാണ് അന്നത്തെ ആ സംഭവത്തിൻ്റെ ഒരു ഉദാഹരണം എടുത്തു വെച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല അന്ന് വെളിപ്പെടുത്തിയത്. പക്ഷേ സിറിയയിലെ അംബാസഡർ ആവാനുള്ള ആ ഒരു വാഗ്ദാനം PP തങ്കച്ചൻ നിരസിക്കുകയായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. മറ്റേതൊരാളായിരുന്നുവെങ്കിലും കണ്ണും പൂട്ടി ഏറ്റെടുക്കുമായിരുന്ന ആ ചുമതല അധികാരത്തിൻ്റെ പ്രമത്തതയില്ലാത്തത് കൊണ്ടാണ് PP തങ്കച്ചൻ നിഷേധിച്ചത്. തങ്കച്ചൻ്റെ ദീർഘകാല സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചെന്നിത്തല അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അധികാരപ്രമത്തത ഇല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് PP തങ്കച്ചനെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആരാണ് ചേരുന്നത്? നേതാവ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ ചേരുന്നു. PP തങ്കച്ചൻ്റെ വേർപാട് എങ്ങനെയാണ് കാണുന്നത്? PP തങ്കച്ചൻ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുതിർന്ന നേതാവും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് വളരെ പക്വതയോടെയുള്ള നേതൃത്വവും ഒക്കെ പാർട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു നേതാവാണ്. എറണാകുളം ഉള്ള ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയ്ക്ക് കൂടി എനിക്ക് അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമായി തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹം ഈ പറയുന്ന എല്ലാ വിവിധങ്ങളായ സംസ്ഥാന തലത്തിലുള്ള വിവിധങ്ങളായ പോസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട്. UDF കൺവീനറും അതുപോലെ തന്നെ നിരവധി കാലം സാമാജികനായും ഒക്കെ ഇരുന്നിട്ടുണ്ട്, മന്ത്രിയായും ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം DCC പ്രസിഡന്റായി, എറണാകുളം DCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ DCC നയിച്ചിട്ടുള്ള ഒരു DC പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ കാലഘട്ടത്തിൽ ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വലിയ പ്രോത്സാഹനം തരാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതാണ് സംഘടനയെ സംബന്ധിച്ച്. ആ കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ആണ് ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകമായി ഓർക്കാനുള്ളത്. എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ വിയോഗം, അദ്ദേഹം കുറച്ചു കാലമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളാൽ നിൽക്കുകയായിരുന്നു. സജീവമായ ഒരു പ്രവർത്തനത്തിന് കുറച്ചു കാലമായി മാറി നിൽക്കുകയായിരുന്നെങ്കിൽ കൂടി പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഉപദേശം ചോദിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാനും ഒക്കെ നിരവധി നേതാക്കൾ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്തിരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മുതിർന്ന നേതാവ് കൂടി ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നഷ്ടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ വിയോഗത്തിന്റെ വേളയിൽ PP തങ്കച്ചനെ അനുസ്മരിച്ചതിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് PP തങ്കച്ചനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയം അത് കാണാമെന്ന് വിചാരിക്കുന്നു. അതിനു മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് D ബിനോയ് ചേരുന്നു. D ബിനോയ്, UDF കൺവീനർ
എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, വിവിധമായിട്ടുള്ള മേഖലകളിലൂടെ കോൺഗ്രസിനെ സവിശേഷമായിട്ടുള്ളൊരു തനിക്ക് മാത്രം സാധ്യമായിട്ടുള്ളൊരു ശൈലിയുടെ ധാരയിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ച വ്യക്തിത്വം എന്നുള്ള നിലയ്ക്കാണ് പി തങ്കച്ചനെ കാണേണ്ടത്. 13 വർഷം UDF കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോയ ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള വേർപിരിയലിൻ്റെ വേളയിൽ ഏതൊക്കെ രീതിയിലാണ് അന്ന് നേതാക്കൾ പി തങ്കച്ചനെ ഓർത്തെടുത്തത് എന്നത് ആ ചടങ്ങിൽ അന്ന് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംഘത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉള്ളിൽ ഓർമ്മയുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്ന് സൂചിപ്പിച്ചത് 2005 AK ആന്റണിക്ക് പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം വഹിച്ചിരുന്ന UDF കൺവീനർ പദവിയാണ് പി തങ്കച്ചൻ ഏറ്റെടുത്തത്. സ്പീക്കറായും മന്ത്രിയായും ദീർഘകാല അനുഭവ സമ്പത്തുള്ള തങ്കച്ചൻ പക്വതയോടുകൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും ജോലി ചെയ്തു. കോൺഗ്രസിലെ അടുത്ത തലമുറയുടെ പ്രതിനിധിയായിട്ടുള്ള ബെന്നി ബെഹനാൻ ആ സ്ഥാനമേറ്റ വേളയിലായിരുന്നു ഈ ഒരു അദ്ദേഹത്തിൻ്റെ ശൈലികളെക്കുറിച്ച് ഒക്കെ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുകയുണ്ടായത്. ഏറെക്കാലം അനാരോഗ്യം അദ്ദേഹത്തെ അലട്ടി. പക്ഷേ പദവി ഒഴിയാൻ കുറേ നാളായിട്ട് അദ്ദേഹം സന്നദ്ധ പ്രകടിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ പി തങ്കച്ചൻ ചെറുപ്പത്തെ ഹൈബീഡിനെ അടക്കമുള്ളവർ ചെറുപ്പത്തിൻ്റെ ഒരു ആവശ്യകത ഉയർത്തിക്കൊണ്ടൊരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ, പ്രത്യേകിച്ച് PJ കുര്യനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സ്ഥാനമൊഴിയലിൻ്റെ ആവശ്യങ്ങൾ ഉയർത്തിയപ്പോൾ പരിചയസമ്പത്ത് ആണ് പ്രധാനപ്പെട്ടത്, അനുഭവ സമ്പത്തും പരിചയസമ്പത്തുമാണ് പ്രധാനപ്പെട്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ മികവിനെ കുറിച്ച് സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഡി ബിനോയ് എങ്ങനെ ഓർക്കുന്നു? തീർച്ചയായും UDF സംബന്ധിച്ചിടത്തോളം ചില നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെ UDF മുന്നോട്ട് നയിക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒരു ധീരനായ കോൺഗ്രസ് നേതാവ് എന്ന് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാം. കാരണം ഈ കോൺഗ്രസിനകത്ത് പിളർപ്പും അതുപോലെ തന്നെ AI ഗ്രൂപ്പുകളുടെ ശക്തമായ ഉടമ്പലിയും ഒക്കെ നടന്ന സമയത്ത് ഒരു സമവായ രൂപമായി മാറിക്കൊണ്ട് നിന്ന ഒരു KPC അധ്യക്ഷനെയും ഒപ്പം ഒരു UDF കൺവീനറെയാണ് അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറയേണ്ടി വരും. MS നേരത്തെ പറഞ്ഞു വെച്ച സ്ഥലത്ത് നമുക്ക് തുടങ്ങാനൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ വലിയ തരത്തിലുള്ള നേതാക്കന്മാരെ, അദ്ദേഹത്തെ 2006 അവസാനമായി അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ആ സമയം വരെ അദ്ദേഹത്തോടൊപ്പം മത്സരിച്ചവർ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, നിയമസഭാ സാമാജികന്മാർ ഉൾപ്പെടെയുള്ള വലിയൊരു കൂട്ടം നേതാക്കളായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ 75ാം പിറന്നാൾ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. അതിൽ തന്നെ അദ്ദേഹം എന്തായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളതിനെ കുറിച്ച് ഓരോ നേതാക്കളുടെയും അഭിപ്രായം വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒപ്പം അന്നത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട എല്ലാ ഗുണങ്ങളും, ഏറ്റവും കൂടുതൽ താഴ്മ മുതൽ അതിനപ്പുറത്തേക്ക് ധീരമായി നയിക്കാനുള്ള ഒരു നായകന്റെ വേഷം പോലും എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പി തങ്കച്ചൻ എന്നാണ് അദ്ദേഹം അന്ന് ഓർമ്മിപ്പിച്ചത്. മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പിന്നെ പൊതു രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള യാത്ര കുറയ്ക്കുകയും ചെയ്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014-2015 കാലഘട്ടത്തിലൊക്കെ UDF മന്ത്രിസഭ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലും അഴിമതി ആരോപണങ്ങളിലും ഒക്കെ കിടന്ന് കറങ്ങുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ വളരെ ധീരമായി അദ്ദേഹം മാധ്യമങ്ങളെ കൃത്യമായി കണ്ടിരുന്നു. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള SNDP നേതാക്കന്മാരൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് പറയുകയും അത്തരത്തിലൊരു ബന്ധം ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുകയും ചെയ്തത് അന്നത്തെ UDF കൺവീനർ ആയിരുന്ന പി തങ്കച്ചനായിരുന്നു. അതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കുവാൻ ഒരു കാരണവശാലും കേരളത്തിന്റെ മണ്ണ് പറ്റിയതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ശകാര രൂപേണ അല്ല കാര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർക്കെതിരെ പറയാനുള്ളത്. കൃത്യമായ ഭാഷയിൽ വ്യക്തതയോടുകൂടി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും നാൾ അദ്ദേഹത്തിന് UDF കൺവീനറായി കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ഒരു നീണ്ട കാലയളവിൽ പാർട്ടിയും കോൺഗ്രസും UDFനകത്തും ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ തന്നെ വളരെ വലുതായിരുന്നു. കാരണം പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയപരമായി ഉണ്ടായിരുന്ന പ്രശ്നം, ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് വരുന്ന സമയത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതിനു മുമ്പ് AK ആന്റണി ഒഴിയുന്ന സമയം, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള AI ഗ്രൂപ്പുകളുടെ വലിയ തരത്തിലുള്ള വിലപേശലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാകാതെ ഒരു വലിയ ശക്തിയായി ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങൾ, തീവ്രമായ ഇടപെടലുകളൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിന് ഒരിക്കൽ പോലും വിസ്മരിക്കാനാവില്ല.
ഒപ്പം അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ വേട്ടാടാൻ ചില ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. അന്ന് ജോമൻ പുത്തൻപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജിഷ കേസുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിനെയൊക്കെ നഖശികാന്തം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത് പി തങ്കച്ചൻ മുന്നോട്ട് വന്നിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയുന്നതുകൊണ്ട് അത്തരം വിമർശനങ്ങളൊക്കെ അദ്ദേഹം എതിരിട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അങ്ങനെ വലിയ ശക്തനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. 1968 പെരുമ്പാവൂർ നഗരസഭയിലേക്ക് വിജയിച്ചു വരുന്നത്. ഒരുപക്ഷെ നഗരസഭ ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻമാരിൽ ഒരാളായിരുന്നു പി തങ്കച്ചൻ. അഭിഭാഷക വൃത്തിയോട് വിട പറഞ്ഞ ശേഷം പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിഭാഷക വൃത്തിയും ഒപ്പം രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് കിട്ടിയ അറിവുകളും, അത് അദ്ദേഹം താഴെത്തട്ട് മുതൽ ഒരു നഗരസഭ തലത്തിൽ പ്രവർത്തിച്ചു വന്ന, കൗൺസിലറായി പ്രവർത്തിച്ചു വന്ന ഒരു കോൺഗ്രസ് നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള ആളുകളുമായി വലിയ തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അത് പിന്നീട് അദ്ദേഹം UDF കൺവീനറായി വന്നപ്പോഴും KPCC അധ്യക്ഷനായി വന്നപ്പോഴും ഒക്കെ പാർട്ടിക്കകത്തെയും മുന്നണിക്കകത്തെയും പ്രശ്നങ്ങൾ ഭംഗിയായി അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ഒപ്പം പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ കേരള നിയമസഭയിൽ ഇത്രയധികം, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം പദവികൾ വഹിച്ചിട്ടുള്ള ഒരാൾ വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു കൗൺസിലറായി തുടങ്ങുന്നു, അവസാനം ഒരു നിയമസഭാ സാമാജികനാവുന്നു, മന്ത്രിയാവുന്നു, പിന്നീട് അദ്ദേഹം സ്പീക്കറാവുന്നു, നിയമസഭയുടെ തലവനായി മാറുന്നു. അപ്പൊ ഇത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ ഉണ്ടായ വളർച്ചയ്ക്കപ്പുറം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ കേരള ജനത കണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ വിശ്രമവേളയിലായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ, പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴൊക്കെ തന്നെ മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് പി തങ്കച്ചന്, പ്രത്യേകിച്ചും ഈ KPCC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ പി തങ്കച്ചന്റെ വാക്കുകൾക്കും അവിടെ പ്രസക്തി ഉണ്ടായിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സാമുദായികമായി ഒരു വിഭാഗത്തോട് മാത്രം ചേർന്ന് നിൽക്കുകയോ ഒരു വിഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുകയോ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. എല്ലാ സമുദായങ്ങളുമായും വ്യക്തമായ ബന്ധമുണ്ടായിരുന്നു, ധാരണയുണ്ടായിരുന്നു. അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിൽ ഒരു വൈമനസ്യം കാണിക്കാത്ത ഒരു നല്ലൊരു കോൺഗ്രസ് നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഈ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കാര്യമായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വലിയ ശ്രദ്ധ പതിച്ചിട്ടില്ലെങ്കിൽ പോലും വകുപ്പ് നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് ആണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. ഒപ്പം നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്കും സ്പീക്കർ എന്ന നിലയ്ക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ വലിയ തലത്തിൽ ഉലച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധി ഉണ്ടായ സമയത്തൊക്കെ തന്നെ, ഈ സോളാർ പോലുള്ള കേസ് വന്ന സമയത്തൊക്കെ തന്നെ, കോൺഗ്രസിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും വേട്ടയാടലുകൾ ഉണ്ടായ സമയത്ത് മന്ത്രിമാർക്ക് എതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലൊക്കെ തന്നെ പി തങ്കച്ചൻ ഒരു വലിയ കോട്ട പോലെ നിന്നുകൊണ്ട് ഇതിനെല്ലാം തന്നെ എതിർത്ത് തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിലോ ഒക്കെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴൊക്കെ തന്നെ അടിക്കടി ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അതിനൊക്കെ കൃത്യമായ ഭാഷയിൽ ലഘുവായ വരികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടൊക്കെ മറുപടി പറയുന്ന ഒരാൾ ആയിരുന്നു പി തങ്കച്ചൻ. അദ്ദേഹത്തിന്റെ വിയോഗം, പ്രത്യേകിച്ച് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നെങ്കിൽ പോലും പഴയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ നഷ്ടമാണ്. ഒരു നേതാവാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന് ഇപ്പോഴും ഒരു നിർണായക ഘട്ടത്തിൽ അത്യാവശ്യ സമയങ്ങളിലൊക്കെ തന്നെ ഒരു ഉപദേശകന്റെ റോളായിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അത്തരത്തിൽ കോൺഗ്രസ് നൽകിയ ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലായാലും അതിന് തൊട്ട് മുമ്പ് നടന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥിന്റെ വേളകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിന് കൃത്യമായ ഒരു വില നൽകിയിരുന്നു, എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവ് കൂടിയാണ് പി തങ്കച്ചൻ എന്ന് പറയാൻ കഴിയും. എന്നത് ശരി. ഡി ബിനോയ്, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കൃഷിമന്ത്രിയും സ്പീക്കറുമായിരുന്ന പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു. 86 വയസ്സായിരുന്നു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആയിരുന്നു അന്ത്യം. മറ്റന്നാൾ പെരുമ്പാവൂരിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 12 വർഷം പെരുമ്പാവൂർ നഗരസഭ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. 4 തവണ പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലെത്തി. കൃഷിമന്ത്രി, സ്പീക്കർ എന്നീ പദവികളൊക്കെ വഹിച്ചു. UDFന്റെ മുൻ കൺവീനറായിരുന്നു. KPCCയുടെ അധ്യക്ഷനായിരുന്നു. 13 വർഷത്തോളം UDFന്റെ കൺവീനർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുകൾക്ക് തടയിടാനും അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് ഇപ്പോൾ നമ്മോട് സംസാരിച്ച ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പി തങ്കച്ചൻ്റെ നിര്യാണത്തിൽ വിവിധ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കോൺഗ്രസിന് വലിയ നഷ്ടമാണ് എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ജനഹൃദയങ്ങളിലെ നേതാവായിരുന്നു പി തങ്കച്ചനെന്ന് PK കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചു. ഉത്തമനായ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു പി തങ്കച്ചനെന്ന് PJ കുര്യനും അനുസ്മരിച്ചിരിക്കുന്നു. ഈ